അയ്യപ്പേട്ടാ, CPM-ന്റെ സംസ്ഥാന സമ്മേളനം തുടങ്ങാൻ പോകുന്നു, നാളെ മുതൽ അല്ലേ? ആരംഭിക്കുകയാണ്. അതിനിടയിൽ ഒരു ബോംബ് കൂടി അവർക്ക് വരുന്നുണ്ട് എന്ന് തോന്നുന്നു. കാരണം അവർക്കൊരു ബോംബായിട്ട് തോന്നുമോ എന്നുള്ളത് എനിക്കറിയില്ല. കരുവന്നൂർ സംഭവത്തിൽ, അഴിമതിയിൽ, അതിൽ പ്രതിപട്ടികയിലേക്ക് CPM കൂടി കടന്നു വരുന്ന ഒരു അവസ്ഥയുണ്ട്. എങ്ങനെയാണ് ഇതിനെ നമ്മൾ വിലയിരുത്തേണ്ടത്? അതായത് കരുവന്നൂർ ബാങ്കിൻ്റെ തട്ടിപ്പ് കഥ നമ്മൾ കേൾക്കുന്ന ആ ഒരു സമയം മുതൽ തന്നെ AC മൊയ്തീൻ എന്ന അവരുടെ പാർട്ടിയുടെ അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന സമിതി അംഗമാണ്. പിന്നെ P. ബിജു എന്ന മറ്റൊരു പഴയ ഒരു MP. P. ബിജുവും ഇപ്പോൾ CC-യിലേക്ക് ഉണ്ടോ അതേ എനിക്ക് സംശയമുണ്ടോ, അതേ സംസ്ഥാന കമ്മിറ്റി അംഗമാണോ സംസ്ഥാന സെക്രട്ടറി അംഗമാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും പ്രജിത സംസാരിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ CPM എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പാർട്ടി അംഗങ്ങളുള്ള ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നാളെ തുടങ്ങാനിരിക്കുമ്പോൾ അവരുടെ തന്നെ സഹകരണ ബാങ്കിൽ, അവരുടെ തന്നെ ഭരണസമിതി അംഗങ്ങൾ ഉണ്ടായിട്ടുള്ള സഹകരണ ബാങ്കിൽ, കരുവന്നൂർ ബാങ്കിൽ അവർ നടത്തിയ തട്ടിപ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ അതിൻ്റെ പ്രതിപട്ടികയിലേക്ക്, അതായത് രണ്ടാം ഘട്ട കുറ്റപത്രം ED തയ്യാറാക്കുമ്പോൾ അതിൽ ഇപ്പോൾ CPM-ന്റെ പേര് കൂടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് കൂടെ കുറ്റപത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേര് കുറ്റപത്രത്തിൽ വരുന്നത്, അതും ED-യുടെ അന്വേഷണത്തിൽ. അതിൽ നമുക്ക് ഒന്ന് പറയാനുള്ളത്, ഈ കേസിൽ, കള്ളപ്പണ കേസിൽ CPM-ഉം ഗുണഭോക്താവാണ് എന്നാണ് ED-യുടെ റിപ്പോർട്ട് വരുന്നത്. പിന്നെ അതായത് CPM കരുവന്നൂർ വാങ്ങിയ ഭൂമി അടക്കം പാർട്ടിയുടെ 76 ലക്ഷത്തോളം രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടെത്തുകയും ചെയ്തു. ഇനി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഇത്തരത്തിൽ, അങ്ങനെ ഇത് കണ്ടെത്തുകയും ചെയ്തു, ഇത്തരത്തിൽ സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് കള്ളപ്പണ കേസിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പെടുന്നത്. അപ്പോൾ നമുക്കിതിൽ പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. അതായത് AC മൊയ്തീൻ എന്ന നേതാവിനെ ഇതുവരെയും ഈ പറയുന്ന ED അന്വേഷണത്തിൽ ആരുടെ സമ്മർദ്ദമാണോ എന്നറിയില്ല, AC മൊയ്തീൻ ഇതുവരെ പ്രതിയാക്കിയിട്ടില്ല. എന്നാൽ പ്രതിയാണോ എന്ന് ചോദിച്ചാൽ AC മൊയ്തീൻ ഇതിൽ പങ്കുണ്ട്, P. ബിജുവിന് പങ്കുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ MK കണ്ണൻ, അതെ, ഇവരെല്ലാം, അതായത് അവർ പറയുന്നത് അക്കൗണ്ടുകൾ ഇത്തരത്തിൽ സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഒരു കേസിൽ, ആദ്യമായിട്ട് കള്ളപ്പണ കേസിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നതും ബാങ്ക് തട്ടിപ്പുകളുടെ ഭാഗമായി സ്വരൂപിച്ച പണം കൊണ്ട് വാങ്ങിയ ഭൂസ്വത്തെന്നായിരുന്നു ED-യുടെ ആരോപണം. അതായത് പാർട്ടി ഓഫീസ് നിർമ്മിക്കാനാണ് ഭൂമി വാങ്ങിയത് എന്നാണ് ഇവർ പറഞ്ഞത്. അത് വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും ഉൾപ്പെടെ, അതായത് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയ വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ ഉൾപ്പെടെ 50 പേരുടെ പേരുകളാണ് പ്രതിപട്ടികയിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് വ്യാജരേഖ ചമച്ച് വാങ്ങിയ തുക, വായ്പ എടുത്ത് മുങ്ങിയ നിരവധി പേരെ രണ്ടാം ഘട്ടത്തിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ഈ ഒരു റിപ്പോർട്ട് പറയുന്നതിൻ്റെ അടിസ്ഥാനം, അതായത് CPM-നെ സംബന്ധിച്ച് ഇക്കഴിഞ്ഞ ദിവസവും അവരുടെ സംസ്ഥാന സെക്രട്ടറി അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഒക്കെ പുറത്തു വരുന്നു. പിന്നെ ഇത്തരത്തിലൊരു വലിയൊരു തട്ടിപ്പ് കേസ്, കരുവന്നൂർ തട്ടിപ്പ് കേസ് ഉണ്ടായിരുന്നിട്ട് അതിനെക്കുറിച്ച് മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം, അതായത് സുരേഷ് ഗോപി ലോക്സഭാ സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് BJP എടുത്ത് പൊക്കി ഉയർത്തി കൊണ്ടുവന്നതുപോലെ പിന്നീട് അദ്ദേഹം MP ആയി കഴിഞ്ഞ ശേഷം BJP ഈ സാധനത്തെക്കുറിച്ച് പിന്നീട് ഒരുപാട് ചർച്ച ചെയ്തിട്ടില്ല. ED തന്നെ അന്വേഷിച്ചിരിക്കുന്ന കേസാണെങ്കിലും BJP ഇതിലധികം ഇടപെട്ടോ എന്നൊരു സംശയം കൂടെ നമുക്കുണ്ടാകുന്നുണ്ട്. കോൺഗ്രസ് അവർക്ക് വയനാട് ഉണ്ടായിരിക്കുന്ന ഒരു സഹകരണ ബാങ്കിലെ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ അപ്പച്ചൻ എന്ന ഒരു അവിടുത്തെ പാർട്ടിയുടെ DCC സെക്രട്ടറി, പിന്നെ IC ബാലകൃഷ്ണൻ MLA തുടങ്ങിയ, അപ്പോൾ എല്ലാവരൊക്കെ അതിൽ പ്രതിയാണ്. അപ്പോൾ ഞങ്ങൾ അതിൽ പ്രതിയാണല്ലോ, നിങ്ങളും ഇതിലുണ്ടല്ലോ, അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരു ത്രാസിലെ കറക്റ്റ് അപ്പുറവും ഇപ്പുറവും തൂങ്ങുന്ന ഒരു വെയിറ്റ് കറക്റ്റായിട്ടുള്ളവരാണല്ലോ, നമ്മൾ കറക്റ്റാണല്ലോ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ നമുക്കതൊന്നും പറയേണ്ട മച്ചാനെ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം സാധാരണക്കാരന്. ഇതിപ്പോൾ എനിക്കൊരു സംശയം, ഇത് ഈ സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയം ആയതുകൊണ്ട് ഇത് അതിനെ ബാധിക്കുമോ?
പിന്നെ ഈ പറയുന്ന പോലെ എന്തോ ഒരു പഴഞ്ചൊല്ല് പറയുമല്ലോ, ഈ നാണം കെട്ടവന്റെ ആസനത്തിൽ ഒരു ആല് കുരുത്താൽ ഒന്നുമില്ല. കാര്യം ഇവരെയൊക്കെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ച് ഒരു കൈവിട്ട കളിയായി തീർന്നിരിക്കുകയാണ്. കാര്യം CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടില്ല. കടുത്ത വിഭാഗീയത ഉണ്ടായിരുന്ന കാലത്ത് പോലും ഒരു അഡ്ഹോക് കമ്മിറ്റി ഉണ്ടായിട്ടില്ല. പാർട്ടികൾ ഇപ്പൊ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന കൊല്ലത്തിന് കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള പിന്നെ കരുനാഗപ്പള്ളി എന്ന സ്ഥലത്ത് തെരുവിൽ ഈ പാർട്ടിയിലെ അംഗങ്ങൾ തമ്മിലടിച്ചു. അത് പാർട്ടിയുടെ ഇന്ന് വരെ, അതായത് ഡിസിപ്ലിൻ എന്നൊക്കെ ഇവർ പറയും, പാർട്ടിക്കകത്ത് ഡിസിപ്ലിൻ, പാർട്ടി പറയുന്നത് അനുസരിക്കണം, നിങ്ങൾക്ക് പറയാനുള്ളത് പാർട്ടി ഫോറത്തിലേ പറയാവൂ, പുറത്ത് പറയാൻ പാടില്ല. ഇങ്ങനെ ഇത്തരത്തിൽ കേഡറിസം ഉണ്ട് എന്ന് പറയുന്ന പാർട്ടി ഇത്തരത്തിൽ തമ്മിലടിച്ച് തലകേറിയിരിക്കുന്ന ഈ അവസരത്തിൽ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ മുഖ്യധാര മാധ്യമങ്ങൾ വരെ പലതും മൂടി വെച്ചുകൊണ്ട് ഈ പറയുന്ന നേതാക്കളെ സോക്കോൾഡ് എന്താ പറയുക, അവരെ ഈ പറയുന്ന നേതാക്കളെ പൊതിഞ്ഞു പിടിക്കുന്ന രീതിയിലാണ് പല വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ CPM-ന് ഇത്തരത്തിൽ കൈവിട്ട കളി കളിക്കുന്ന അവസരത്തിൽ കരുവന്നൂർ ബാങ്കിലെ വിഷയം തൃശ്ശൂർ സമ്മേളനത്തോടെ കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. AC മൊയ്തീനെ ഇപ്പോൾ AC മൊയ്തീനൊന്നും ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? AC മൊയ്തീനോ ബിജുവോ കരുവന്നൂരാ? ഏത് കരുവന്നൂര്? ചിത്രത്തിലില്ല. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? അതായത് നമ്മൾ EP ജയരാജൻ എന്ന നേതാവിനോട്, അല്ലെങ്കിൽ പോട്ടെ ഗോവിന്ദനോട്, മുഖ്യമന്ത്രിയോട് ഒക്കെ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആടിനെ പട്ടിയാക്കുന്ന മറുപടിയാണ് ഇവർക്കെല്ലാം ഉള്ളത്. അതുകൊണ്ട് ഈ നമ്മളിങ്ങനെ പൊക്കിപ്പിടിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഇത് കോൺഗ്രസിനാണ് സംഭവിച്ചിരുന്നെങ്കിൽ ഇവരുടെ ഇപ്പോഴത്തെ സൈബർ സഖാക്കളുണ്ടല്ലോ, ഈ സൈബർ സഖാക്കളൊക്കെ ഇത് കാണണം. സൈബർ സഖാക്കൾ ഇതെല്ലാം കാണണം. CPM-ന്റെ വിടുപണി ചെയ്യുന്ന സൈബർ സഖാക്കൾ കാണണം. അല്ല, അവര് കണ്ടാലും അല്ല, അവരും സൈബർ ലോകം ഇത് അറിയണം. അല്ലെങ്കിൽ ഇപ്പൊ കോൺഗ്രസിനാണ് ഈ സംഭവം ഉണ്ടായിരുന്നെങ്കിലേ ഈ പറയുന്ന CPM-ലെ ബുദ്ധി കേന്ദ്രങ്ങൾ എന്തെല്ലാം പറഞ്ഞുണ്ടാക്കി. ഇല്ല ചേട്ടാ, എനിക്ക് തോന്നുന്നത് സൈബർ സഖാക്കൾ കണ്ടാൽ ഇവർ ഇതിനെ ന്യായീകരിക്കാനുള്ള എന്തെങ്കിലും മറ്റ് ക്യാപ്സൂളുകൾ ഉണ്ടാക്കും. ഇത് ന്യായീകരണ തൊഴിലാളികൾ, ഇപ്പൊ നമ്മൾ തന്നെ അല്പം മുമ്പ് നമ്മൾ സംസാരിച്ച വിഷയമായിരുന്നു PP ദിവ്യയുടെ ന്യായീകരണ തൊഴിലാളികൾ ക്യാപ്സൂൾ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അതിലൊന്നാണ് നമ്മൾ പറഞ്ഞ തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ അടുത്ത് നിൽക്കുന്ന ആളാണെന്ന് കാണിച്ചു നിൽക്കുന്ന ഒരു പത്രപ്രവർത്തകനുണ്ട്. ആൾ ആദ്യം ഒരു സാധനം ചെയ്യുന്നു, PP ദിവ്യ പിന്നെ ആർക്കെതിരെ, സുജാ പാർവതിക്കെതിരെ പേപ്പർ കൊടുത്തു എന്നും, പിന്നീട് അടുത്ത ഒരു CPI-കാരനെ കൊണ്ടിരുത്തി ഫ്ലോറിൽ കൊണ്ടിരുത്തി അവൻ വെള്ളപൂശിയതും. അപ്പോൾ അത്തരത്തിൽ CPM-നെ സംബന്ധിച്ച് നാണം കെട്ടിരിക്കുന്ന ഒരു നാണം കെട്ടവന്റെ ആസനത്തിൽ ആല് കുരുത്താൽ എന്നതുപോലെ കരുവന്നൂരോ, ഏത് കരുവന്നൂര്, എവിടുത്തെ കരുവന്നൂര്, എന്ത് കാശ്, ഏത് വായ്പ, ആര് തട്ടി എന്ന് ആടിനെ പട്ടിയാക്കി. അതായത് ഈ പറയുന്ന നമ്മൾ കണ്ടതാണ്, മാരകമായ അസുഖങ്ങൾക്ക് ചികിത്സയ്ക്ക് പോലും കാശില്ലാതെ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് ചികിത്സയ്ക്ക് പോലും കാശില്ലാതെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന കുടുംബാംഗങ്ങൾ അത് നമ്മളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ കാര്യത്തിലും പെൻഷൻ പറ്റി കിട്ടിയ തുക സഹകരണ ബാങ്കിലിട്ട് അതിൻ്റെ പലിശ കൊണ്ട് ജീവിക്കണം എന്നൊരു ആഗ്രഹത്തോടെ കൊണ്ടിട്ടു എന്നുണ്ടെങ്കിൽ അവരെയൊക്കെ, അതായത് ഇവർ സാധാരണക്കാരൻ്റെ പാർട്ടി എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കള്ളന്മാരും കാവക്കാരും കൊള്ളക്കാരന്മാരും കൊണ്ട് നിറഞ്ഞ ഒരു പാർട്ടിയായി ഈ പാർട്ടി തീർന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കരുവന്നൂർ നടന്ന ഈ തട്ടിപ്പാണ്. അവരുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഈ അവസരത്തിൽ ED അത് രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ പോലും കുറ്റപത്രം 2ാം ഘട്ടം ഇപ്പോൾ ഇറക്കുന്നത് ഇവർക്ക് ഒരു അവമതിപ്പ് തന്നെയാണ്. അത് തീർച്ചയാണ്. അതവർ കണ്ടാലും കണ്ടില്ലെന്ന് നടിച്ചാലും അത് CPM-നെ സംബന്ധിച്ച്, ഒരു രാഷ്ട്രീയ പാർട്ടി, കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ തട്ടുകേടാണ് ഈ കരുവന്നൂർ ബാങ്കിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത് എന്ന് ഇവിടുത്തെ ഏത് സാധാരണക്കാരനും പറയും.